ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ബ്രാൻഡ് ന്യൂ കാർ, അതാണ് മാരുതിയുടെ ഈ ഓൾട്ടോ കേട്ടന്റെ ബേസ് LXi വേരിയന്റ്. ബേസ് LXi വേരിയന്റ് ആണ് എങ്കിലും ഇതിനകത്ത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അത് സേഫ്റ്റിയുടെ കാര്യത്തിൽ കൺസേൺ ഇല്ല. എല്ലാ വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വേരിയന്റിലും വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഏകദേശം ഒരു 20,000 തൊട്ട് 30,000 രൂപയുടെ ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ഒരു VXi അല്ലെങ്കിൽ VXi പ്ലസ് വേരിയന്റ് ലുക്കിലേക്ക് ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ടും നമുക്ക് പറ്റും. അതുപോലെ തന്നെ പുതിയൊരു വാഹനം എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കമ്പയർ ടു ദ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഈ പുതിയ വാഹനമാകുമ്പോൾ നിങ്ങൾക്ക് 6 കൊല്ലത്തെ വാറണ്ടി ലഭിക്കും. നിങ്ങൾ പുതിയ വാഹനം ലോൺ എടുക്കുന്ന സമയത്ത് മാക്സിമം പലിശ കുറഞ്ഞ ലോണ് കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ പഴയ വാഹനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല. ലോൺ എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം ഏകദേശം 15% കൂടുതൽ വരും. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ നിങ്ങളൊരു 4 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു പുതിയ കാർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ നോക്കുന്നുണ്ട് എങ്കിലും അത്യാവശ്യം മൈലേജ് ഉള്ള പീസ് ഓഫ് മൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഓൾട്ടോ കേട്ടൻ്റെ ഈ LXi വേരിയൻറ്റും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, GST ബെനിഫിറ്റിന് ശേഷം ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. മാരുതി ഓൾട്ടോ കേട്ടൻ്റെ ബേസ് LXi വേരിയൻറ്റ് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയൊരു കാറ്. ഇപ്പോൾ സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു സെക്കൻഡ് കാറായിട്ടും ലേഡീസിനൊക്കെ ഒരു ഫസ്റ്റ് കാറായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഓൾട്ടോ കേട്ടൻ. അതിൻ്റെ VXi ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാം. അതായത് ഓഫറുകളെല്ലാം കഴിഞ്ഞ് 5 ലക്ഷം രൂപയ്ക്ക് ഒരു ബ്രാൻഡ് ന്യൂ ഓട്ടോമാറ്റിക് കാർ, അതാണ് നമ്മളുടെ ഓട്ടോ കേട്ടൻ്റെ VXi വേരിയൻറ്റ്. ആ VXi വേരിയൻറ്റ് അല്ലെങ്കിൽ ഈ LXi വേരിയൻറ്റ് ഇപ്പോൾ മാനുവൽ വേണ്ടവർക്ക് ഓപ്ഷൻ LXi വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ CNGയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ കാറ് വേണം, അത്യാവശ്യം മൈലേജ് ഉള്ള സിറ്റിയിൽ ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് കാറാണ് വേണ്ടതെങ്കിൽ ബ്രാൻഡ് ന്യൂ വാഹനം നിങ്ങൾക്ക് ഈ LXi വേരിയൻറ്റ് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഓൾട്ടോ കേട്ടൻ്റെ ഏത് വേരിയൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾട്ടോ കേട്ടനിൽ എനിക്ക് അത്യാവശ്യം ഭംഗിയുള്ളൊരു കളറായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് ഈ റെഡ് കളർ തന്നെയാണ്. നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വേരിയൻറ്റുകളുടെയും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ വാഹനത്തിലെ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും വരുന്നുണ്ട്. അതിനകത്ത് തന്നെ പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ യൂണിറ്റാണ്. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫ്രണ്ടിൽ വരുന്നില്ല. ഫോഗ് ലൈറ്റ് ആക്സസറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും കാണുന്നില്ല. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള വലിയ ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ സുസ്കിയുടെ ഒരു ലോഗോ കാണാം. നമുക്ക് വൈപ്പർ നോസിൽ വരെ സിംഗിൾ ഒരു വൈപ്പർ നോസിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ബേസ് വേരിയൻ്റ് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം നമുക്ക് ഈ മിറേഴ്സ് ബ്ലാക്ക് ഫിനിഷിലാണ്, ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്, മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. അത് നമുക്ക് 2000 രൂപ താഴെ ബഡ്ജറ്റിൽ ഷോറൂമിൽ നിന്ന് തന്നെ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 13 ഇഞ്ച് ആണ് വീൽ സൈസ് വരുന്നത്. ബേസ് വേരിയൻ്റാണ് വൈറ്റ് കളറിലുള്ള സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് വീൽ കപ്പ് കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന് വാങ്ങാം. 145/80R13 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഫെൻഡേഴ്സിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ ടൈപ്പ് ഫ്ലിപ്പ് ടു ഓപ്പൺ ആണ് ഇതിൻ്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ സെൻട്രൽ ലോക്കിംഗ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റൈൽസോ ആൻറ്റിനോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലേക്ക് വന്നു പറഞ്ഞാലും പ്രത്യേകിച്ച് ഒരു ഫീച്ചേഴ്സും നമുക്ക് എടുത്ത് പറയാനായിട്ടില്ല. ബാക്കിൽ നമുക്ക് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ വെക്കുകയാണെങ്കിൽ കാണാൻ ഒരു ഭംഗിയാവും. ബാക്കിൽ നിന്ന് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. കേട്ടൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ടെയിൽ ലൈറ്റ് ഫുൾ ഹാലജനാണ്. ടോപ്പിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. സ്റ്റോപ്പ് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് വരുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ബൂട്ട് പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് കീ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ അകത്തു നിന്ന് ലിവർ വലിച്ചിട്ടാണ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. അതിന് നമ്മളുടെ സീറ്റിനോട് ചേർന്നാണ് നമുക്ക് ആ ഒരു ലിവർ പഴയ വാഗണാറിലൊക്കെ കാണുന്ന രീതിയിലാണത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 213 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ളൊരു ബൂട്ടുകൾ കാണാം. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ വരുന്നില്ല. ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് മേടിച്ച് വെക്കാനായിട്ട് പറ്റും. സ്പെയർ വീൽ വരുന്നുണ്ട്. ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെ സ്പെയർ വീലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ വാഹനത്തിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. സാധാ നോർമൽ കീകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് സെൻട്രൽ ലോക്കിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ചെയ്യേണ്ടി വരും. ഡോർ പാഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. നമ്മുടെ പഴയ ആ ഒരു പവർ വിൻഡോൻ്റെ കൺട്രോൾ മീൻസ് ആ ഒരു വിൻഡോ കൺട്രോളുകളാണ് തിരിച്ച് എന്ന രീതിയിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സ്പീക്കറൊന്നും വരുന്നില്ല.
ഇവിടെ നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. സീറ്റ് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആവശ്യമില്ല, കാര്യം സീറ്റിലിരുന്നാൽ നമുക്ക് ഫ്രണ്ടൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് എടുത്ത് പറയാനായിട്ട് ഒന്നും തന്നെ ഇന്റീരിയറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. അവിടെ നമ്മൾ എംപ്റ്റി സ്പേസ് ആണ്. ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് നമുക്ക് ആക്സസറേറ്റ് ചെയ്യാം. ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ കുറേ ബാഡ്ജിങ് നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ ഈ വശത്തായിട്ട് സീറ്റിൻ്റെ സൈഡിലെല്ലാം ആ ഒരു ബാഡ്ജിങ് കാണാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നതിൻ്റെ വേരിയൻറ്റിൽ നമുക്ക് AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പവർ വിൻഡോ പോലും നമുക്ക് പുറത്തുനിന്ന് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ വേരിയൻറ്റുകളിലും കാണുന്ന സെയിം ബ്ലാക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഹോണാണ്. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റലായിട്ട് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ഫ്യൂവൽ, പിന്നെ എത്ര കിലോമീറ്റർ ഓടി, ട്രിപ്പ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് അതിനകത്ത് വരുന്നത്. അതിന് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിലായിട്ടാണ് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. AC എടുത്ത് പറയേണ്ട കാര്യമാണ്. ഈ വാഹനം നമ്മൾ ഓൺ ചെയ്ത് ഒരു സെക്കൻഡ് നേരം കൊണ്ട് തന്നെ AC പെട്ടെന്ന് കൂളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഗ്ലാസ് എല്ലാം ഒരു ബ്ലാക്ക് കളറിൽ ടിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഈ വാഹനം കൂളാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. വേറെ ചാർജിങ് പോർട്ടോ സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. അത് 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ പറഞ്ഞാൽ ഫിക്സഡ് ഹെഡ്റെസ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ്. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ് വരുന്നത്. ക്വാർട്ടർ സൈഡിൽ സൺവൈസസ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും വരുന്നില്ല. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മാനുവലി കൺട്രോൾ ചെയ്യേണ്ട IRVMs ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്ലോ ബോക്സ്, എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഗ്ലോ ബോക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കൊരു സെക്കൻഡ് കാറായിട്ട് സിറ്റി ഡ്രൈവിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഓഫീസിൽ പോകാനായിട്ടൊരു 40 കിലോമീറ്റർ അടുത്ത് ഓട്ടോ ഉള്ള ഒരാൾക്കൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാർ. ഇതിൻ്റെ CNGയും അവൈലബിൾ ആണ്. CNGക്ക് 30 മൈലേജ് കിട്ടും. പെട്രോളിന് തന്നെ 24-25 നമുക്ക് ആവറേജ് മൈലേജ് ലഭിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ബാക്കിലേക്ക് AC വെൻസ് ഒന്നുമില്ല. നമുക്ക് 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം അതിനകത്ത് ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ടൊക്കെ കുറവാണ് കമ്പാരിറ്റീവ്ലി. കാലെല്ലാം അകത്തേക്ക് വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ ഹൈറ്റ് 6'5'11" ആണ്. എനിക്കും നല്ല കംഫർട്ടായിട്ട് ഇതിനകത്ത് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്കാണ് കംഫർട്ടായിട്ട് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റും. 3 പേരുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിങ്ങിന്നിരിഞ്ഞ് ഇരിക്കേണ്ടതായിട്ട് വരും. ബാക്കിയുള്ള ഗ്രാബ് ഹാൻഡിൽസും ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. K10 സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് VXI ഓട്ടോമാറ്റിക് തൊട്ടാണ് ഹിൽ ഹോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ABS EBD പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രാഷ് ടെസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. ഒരു 1 സ്റ്റാറോ 2 സ്റ്റാറൊക്കെ ക്രാഷ് ടെസ്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് മാരുതിയുടെ ഒരുവിധ എല്ലാ ബേസ് വേരിയന്റ് കാറുകളിലും യൂസ് ചെയ്യുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഓൾട്ടോയിലും ലഭിക്കുന്നത്, അല്ലെങ്കിൽ K10 ലഭിക്കുന്നത്. K10 വരുമ്പോൾ ആ എഞ്ചിൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം വളരെ ചെറിയൊരു വാഹനമാണ്. ഇപ്പോൾ വാഗനാർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ എഞ്ചിൻ ചില സമയത്ത് അണ്ടർ പവറായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ K10 ഉപയോഗിക്കുന്നവർക്ക് നല്ല പവർഫുൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാര്യം ചെറിയൊരു വാഹനമാണ്. അത്യാവശ്യം വേണ്ട പവർ ആ ഒരു എഞ്ചിൻ ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 65 HP അടുത്താണ് പവർ വരുന്നത്. ഇതിൻ്റെ CNG വരുന്നുണ്ട്. CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ 55 HP അടുത്ത് പവറും തരുന്നുണ്ട്. പെട്രോള് ഡീസൻറ്റ് മൈലേജ് തരുന്ന ഒരു വാഹനമാണ്. 23-24 എൻ്റെ പെട്രോളിന് നോർമൽ ഓടിക്കുന്ന ആളുകൾക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 30-അടുത്ത മൈലേജ് ലഭിക്കുന്നുണ്ട്. H1 എന്നും പറഞ്ഞ് ഇതിൻ്റെ CNG ടാക്സി വേരിയന്റുകൾ അവൈലബിൾ ആണ്. H1 വാഗനാറിനാണെന്ന് തോന്നുന്നു. എന്തോ CNGയിൽ ഇതിൻ്റെ ടാക്സി വേരിയന്റുകൾ അവൈലബിൾ ആണ്. എറണാകുളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ CNG ടാക്സികൾ നമ്മൾക്ക് കാണാനായിട്ട്
പറ്റും. അതായത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഒരു സെക്കൻഡ് കാറ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല EV-കളുടെയൊക്കെ കോസ്റ്റിൽ നിങ്ങൾക്ക് വാഹനം കൊണ്ടുനടക്കാനായിട്ട് വരും. CNG ഒക്കെ ആണെങ്കിൽ അറൗണ്ട് 2.5 രൂപയൊക്കെ വെച്ചായിരിക്കും നമുക്ക് റിയൽ ലൈഫിൽ അതിന് റണ്ണിങ് കോസ്റ്റ് വരികയുള്ളൂ. പിന്നെ ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ GST ബെനിഫിറ്റ് വന്നപ്പോൾ ഏകദേശം 60,000 രൂപ വരെയൊക്കെയാണ് പ്രൈസിന്റെ കുറവ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഈ വാഹനം മാരുതിയുടെ ഏറ്റവും വില കുറഞ്ഞൊരു വാഹനമായിരുന്നു. ഇപ്പോൾ GST ബെനിഫിറ്റ് വന്നപ്പോൾ ഒന്നും കൂടി വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മാസത്തിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഓഫർ കുറവാണ്. അടുത്ത മാസം ഇയർ എൻഡ് ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ മന്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് LXI വേരിയന്റ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാഹനം നിങ്ങൾക്ക് 4,40,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. VXI വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 4,95,000 രൂപ. ഡിഫറൻസ് വരുന്നത് നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, പവർ വിൻഡോന്റെ പോലെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. VXI നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡീസിനൊക്കെ യൂസ് ചെയ്യണം, ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം VXI ഓട്ടോമാറ്റിക്കിൽ എടുക്കേണ്ടി വരും. 5,45,000 ഇപ്പോഴത്തെ പ്രൈസ്. നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുകയാണെങ്കിൽ 5 ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് VXI ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് VXI പ്ലസ് എന്ന് പറഞ്ഞാണ് നമുക്ക് ടോപ്പ് എൻഡ് വരുന്നത്. VXI പ്ലസ്സിൽ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വാഹനത്തിന് 5,50,000 രൂപ മാനുവലിനും VXI പ്ലസ് ഓട്ടോമാറ്റിക്കിന് 6,35,000 രൂപയാണ്. അതായത് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിലും VXI ഓട്ടോമാറ്റിക് 5 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റണം, നല്ല ഓഫറുകളുള്ള സമയത്ത്. ഈ മന്തിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൈസെങ്കിലും നിങ്ങൾ മിനിമം പേ ചെയ്യേണ്ടി വരും. പിന്നെ CNG നോക്കുന്നവർക്ക് LXIയിലും VXIയിലും CNG അവൈലബിൾ ആണ്. LXI CNGക്ക് 5,30,000, VXI CNGക്ക് 6 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ മൈലേജ് ഉള്ള ഒരു വാഹനം മാനുവൽ വേണമെങ്കിൽ ഇതിൻ്റെ VXI CNGയിലേക്ക് പോകാം. 6,05,000 ആണ്. അത് കുറച്ചും കൂടി പ്രൈസ് ഡിസ്കൗണ്ടിലൊക്കെ ഓഫറിൽ ലഭിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് മാരുതിയുടെ ഏറ്റവും വില കുറഞ്ഞ കാർ. ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പുത്തൻ കാർ അതാണ് ഈ ഒരു വാഹനം. കാരണം നല്ല മൈലേജ് ലഭിക്കും, 6 കൊല്ലത്തെ വാറണ്ടി ലഭിക്കും, 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അത്യാവശ്യം ആക്സസറീസ് ചെയ്യാനെങ്കിൽ ഒരു ബേസിക് ഫീച്ചേഴ്സ് ഉള്ള വാഹനമായിട്ട് ഇത് മാറുകയും ചെയ്യും. സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പോകുന്നവർക്ക് കൺസേൺസ് വാറണ്ടി കാര്യങ്ങൾ ലഭിക്കില്ല. 1, 2 വാഹനത്തിന് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ നിങ്ങൾ ലോൺ എടുക്കത്താണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോൺ എടുക്കുമ്പോൾ നല്ലൊരു പലിശ വരും. ഇതിപ്പോൾ പുതിയത് ലോൺ എടുക്കുകയാണെങ്കിൽ 7-8% EMI ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ലഭിക്കുമ്പോൾ പഴയ വാഹനം 15 അല്ലെങ്കിൽ 16 ലക്ഷം രൂപ 16% ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വീഡിയോ എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.